ഡോക്ടർ വേണുജി നായർ, എത്ര കൊണ്ടാലും പഠിക്കുന്നില്ലെന്നോ നമ്മൾ? ഈ കേരളം ഓരോ മഴക്കാലത്തും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഇതേ കൃഷ്ണരാജ, ഇത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രശ്നമോ മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നം പോലെയല്ല. കാര്യം ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉഷ്ണമേഖലാ രാജ്യത്തെ കാലാവസ്ഥ പ്രവചനം പോലെയല്ല മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലും പോളാർ റീജിയനിലുള്ളത്. അവിടുത്തെ കാലാവസ്ഥ ഉണ്ടാക്കുന്നത് ഫ്രണ്ടൽ സിസ്റ്റംസാണ്, വളരെ ലാർജ് സ്കെയിലുള്ള ഫ്രണ്ടൽ സിസ്റ്റംസാണ്. അതുകൊണ്ട് അവർക്കത് ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും സാറ്റലൈറ്റ് പിക്ചറിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രിഡിക്ഷൻ കൊടുക്കാനും വളരെ ഈസിയാണ്. പക്ഷേ ട്രോപ്പിക്കൽ റീജിയണിൽ ട്രോപ്പിക്കൽ സണ്ണിൻ്റെ കൺവെക്ഷൻ കൊണ്ടാണ് ഈ വെതർ സിസ്റ്റംസ് എല്ലാം ഫോം ചെയ്യുന്നത്. അപ്പം അതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സായിപ്പന്മാർ ഇവിടെ വന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരുന്ന് വർക്ക് ചെയ്താലും അവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ആഗോള താപനത്തിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ മൺസൂൺ എന്ന് പറയുന്ന ഇത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൺസൂൺ എന്ന് പറയുന്നത് 10,000 അപ്പുറത്ത് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് കടന്നു വരുന്ന ഒരു സിനോപ്റ്റിക് സിസ്റ്റമാണ്. അത് വിൻഡാണ്, ബേസിക്കലി വിൻഡാണ്. അപ്പോൾ നമ്മൾ വിൻഡിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. റെയിൻഫോളും ക്ലൗഡ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ക്ലൗഡ് കാണുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് റെയിൻഫോൾ കിട്ടുകയോ ചെയ്തത് നമുക്ക് കൃത്യമായിട്ടത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞു. കാര്യം മെട്രോപോസ്ഫറിക് ലെവലിലൊക്കെ ഹീറ്റിംഗ് അതുപോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ്, മൺസൂൺ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു 3 കിലോമീറ്റർ ലെവലിൽ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ നിന്ന് ചെറു തരംഗങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് നമുക്ക് മഴ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. അതുമാത്രമല്ല ആ സമയത്ത് ക്ലൗഡുകളെ അത് ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കത് വിവരണാതീതമാണ്. കാര്യം അത്രയും റെയിൻഫോൾ, കോപ്പിയസ് റെയിൻഫോൾ ഇവിടെ ഉണ്ടാകും. കാര്യം ഇനി വരാൻ പോകുന്ന റെയിൻഫോൾ എല്ലാം ഹെവി, വെരി ഹെവി, എക്സ്ട്രീം റെയിൻഫോളുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഈവൻ ഒരു തണ്ടർ സ്റ്റോം, ലൈറ്റ്നിങ് സ്റ്റോമിൽ പോലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ വന്ന് വീഴുന്ന മഴ നമുക്ക് അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്കൊരു പേടി തോന്നും. അത് ഈ പറഞ്ഞ മോയ്സ്ചറിൻ്റെ അളവ് വളരെ കൂടുതലാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ കണക്കാക്കിയാൽ മതി. പക്ഷേ നമ്മൾ ഈ ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ എന്ന് പറയുന്നത് പ്രിപ്പയർഡ്നെസ്സിനെയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ നമ്മളൊരു റെയിൻഫോളിനെ, ഒരു എക്സ്ട്രീം റെയിൻഫോൾ എന്ന് പറയുന്നത് ഏത് ന്യൂമറിക്കൽ മോഡൽ എടുത്താലും, ലോകത്തെ ഏറ്റവും ശക്തമായ ന്യൂമറിക്കൽ മോഡൽ എടുത്താലും ഒരു നേച്ചറിൻ്റെ ഒരു കാവോട്ടിക് ബിഹേവിയറിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ മൺസൂണിൽ ഇപ്പം നമുക്ക് 122 ദിവസം എല്ലാ ദിവസവും ഓരോ സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും മഴ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അതിസുന്ദരമായ മഴക്കാലമായിരുന്നു കഴിഞ്ഞ 50 വർഷം മുമ്പ് ഒക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഈ 210 സെൻറ്റിമീറ്റർ മഴ, 122 ദിവസം കിട്ടേണ്ട മഴ 30 ദിവസം കൊണ്ട് കിട്ടിയാൽ നമുക്ക് ഏത് സിസ്റ്റത്തിലാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അതായത് ആദ്യത്തെ 2 പകുതി, ജൂണും ജൂലൈയും ഇപ്പോൾ വളരെ മഴയില്ലാത്തൊരവസ്ഥയും, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈവൻ ഒക്ടോബർ, കേരളത്തെ സംബന്ധിച്ച് ഒക്ടോബറും കൂടെയാണ് മാസങ്ങളിൽ ആ ഒരു അതിതീവ്ര മഴ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം പെയ്താൽ തന്നെ കേരളത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാകും. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു മാറ്റമാണ്. ഇത് കേരളത്തിൻ്റെ ഇടവപ്പാതിയുടെ താളം തെറ്റി. ഇത് ഞങ്ങൾ നിരന്തരം പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ വന്നു ചേരലുകൾ, ഓൺസെറ്റ് പോലും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓൺസെറ്റ് നമ്മൾ റിസർച്ചേഴ്സ് അതിനെ വിളിക്കുന്ന ബോഗസ് ഓൺസെറ്റ് എന്നാണ് വിളിക്കുന്നത്. IMD പറയുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, റിസർച്ച് ഗവേഷണത്തിൽ വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വരവ്, അതിൻ്റെ ഒരു സ്പ്രെഡ്, അതിൻ്റെ ഒരു തിരിച്ചുപോക്ക്, ഇങ്ങനൊരു താളം ഉണ്ടായിരുന്നു. ആ താളം മുഴുവൻ പോയി. ഇത്തവണ ജൂൺ മാസം ആദ്യം തന്നെ മഴ ഗുജറാത്തിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ പെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ പഴയ ഇടവപ്പാതിയുടെ ഭംഗി, അതിൻ്റെ താളം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇനി അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്നത് ഹെവി റെയിൻഫോൾ ആക്ടിവിറ്റിയാണ്. അതിനെ താങ്ങാൻ നമുക്ക് നിൽക്കേണ്ടത് നമ്മുടെ അറബിക്കടലാണ്. അറബിക്കടൽ ഒരു സൈഡിൽ ഉയരുന്നു 35. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. വെസ്റ്റേൺ ഗാട്സ് ആണെങ്കിൽ അവിടുന്ന് ഇത് പയ്യെ ഇറങ്ങി വരുന്നു. ഈ പറഞ്ഞ സെക്കൻഡ് ഇന്നലെ തന്നെ നമുക്കറിയാം, മിനിഞ്ഞാന്ന് പമ്പയാറിൽ വെള്ളം വളരെ കുറവായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് കിഴങ്ങൻ മഴകൾ അതിനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഫ്ലഡിങ് ഉണ്ടാക്കിയത്. അപ്പം ഇതൊരു ഇൻഡിക്കേഷനാണ് നമ്മളെ സംബന്ധിച്ച്. ഇത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻഡിക്കേഷനാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിന് ഇൻഡിക്കേഷനാണ്. ഇതനുസരിച്ച് സമഗ്രമായ രീതിയിലുള്ള ഇത് നടത്തിയാൽ മാത്രമേ നമുക്കിനി വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഇനി ഒരു രക്ഷയിൽ ഒരിക്കലും മാറാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു ലൈഫ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ള പ്രിപ്പയർഡ്നെസ് നമ്മൾ എല്ലാ മൺസൂൺ കാലത്തും
കൃത്യമായിട്ട് നടത്തിയിരിക്കണം. മൺസൂൺ മാത്രമല്ല, നമ്മുടെ ലൈറ്റ്നിങ് സ്റ്റോംസ് പോലും അതിശക്തമാകുകയാണ്. അതുകൊണ്ടാണ് ലൈറ്റ്നിങ് പോലും അതിശക്തമാകുകയാണ്. അപ്പോൾ കാലാവസ്ഥ ഒരു ഡിസാസ്റ്റർ ഇതിലേക്ക് പയ്യെ കയറി തുടങ്ങി. അത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ സമഗ്രമായിട്ട് നമ്മൾ നടത്തേണ്ട പദ്ധതികളാണ്. അതുമാത്രമല്ല, കേരള ഗവൺമെൻറ് ഇവിടെ ഒരുപാട് റിസർച്ചേഴ്സ് ഇതിനെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ഫീഡ്ബാക്ക് എടുക്കാനുള്ള ഒരു പോർട്ടൽ ഉണ്ടാക്കണം. ആ പോർട്ടലിൽ കൂടെ നമുക്കിത് ഈ നമ്മളുടെ നിരീക്ഷണങ്ങൾ കൊടുക്കുകയും അതിനെ സമഗ്രമായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രിപ്പയർനെസ് കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അല്ലാതെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഇത് മാത്രം എടുത്താൽ പോരാ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സിൻ്റെയും അക്കാഡമീഷ്യൻസിൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ എടുക്കാനുള്ള ഒരു